റമദാൻ കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് മാസമാണ്. ഏപ്രിൽ മെയ് മാസം വെക്കേഷൻ കൂടിയാണ്. ധാരാളം കല്യാണങ്ങൾ നടക്കുന്ന സമയമാണ്. നമ്മുടെ കല്യാണങ്ങളിൽ അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത ധാരാളം സംഗതികൾ നടന്നാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് ആരുടെ കല്യാണമാണോ അവിടെ നടന്നത് ആ ദമ്പതിമാരാണ്. ഇത് പലപ്പോഴും രക്ഷിതാക്കളൊന്നും ചിന്തിക്കാറില്ല. നിങ്ങളുടെ മക്കളുടെ ഭാവിയാണ്, സുന്ദരമായൊരു കുടുംബജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് അള്ളാഹു ചെയ്തു കൊടുക്കുന്ന ഒരു വലിയ നിഅമത്താണ് അവരുടെ വിവാഹം എന്നത്. തുടക്കത്തിൽ തന്നെ അള്ളാഹുവിനെ മറക്കുന്ന രൂപമാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് ജീവിതത്തിൽ അവർ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് മുഴുവൻ രക്ഷിതാക്കളും വളരെ കർക്കശമായി ഈ വിഷയത്തിൽ നിലപാടെടുക്കണം. കല്യാണമല്ലേ, കുട്ടികളല്ലേ, ഇങ്ങനത്തെ ഒരു അഴകുഴമ്പൻ സമീപനം നമ്മുടെ വീടുകളിൽ പാടില്ല. സ്ത്രീകൾ മാത്രം ഉള്ള ഒരിടത്ത് ഒരു ഒപ്പന മുട്ടിയത് കൊണ്ട് തെറ്റില്ല. പുരുഷന്മാർ മാത്രം ഉള്ളിടത്ത് പുരുഷന്മാർ ഒരു കലാരൂപം അവതരിപ്പിച്ചു തെറ്റില്ല. കല്യാണ വീട് മരണവീടാക്കണം എന്നല്ല ഞാൻ ഈ പറയുന്നത്. കല്യാണ വീട് മരണവീട് പോലെ ആക്കണോ എന്നല്ല. ഒരൽപ്പം നിങ്ങൾക്ക് പാട്ട് പാടുന്നത് കൊണ്ടോ സന്തോഷിക്കുന്നത് കൊണ്ടോ തെറ്റില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ വൃത്തികേടുകൾ അത് നമ്മുടെ മണ്ഡപങ്ങളിൽ, നമ്മുടെ കല്യാണ സദസ്സുകളിൽ അരങ്ങേറിയാൽ ആരുടെ കല്യാണമാണോ അവരാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരിക. ഇത് വളരെ സീരിയസ് ആയ കാര്യമാണ്. 100 കണക്കിന് കല്യാണം നടന്നിട്ടുണ്ട്. കല്യാണ ശേഷം ഈ ദമ്പതിമാർ ഹാപ്പിയാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ വാക്ക് കേൾക്കുന്ന ഒരുപാട് ദമ്പതിമാർ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ കല്യാണത്തിൽ എത്രയോ ഹറാമുകൾ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ 100% ഹാപ്പിയാണോ? ഒരാവശ്യമില്ലാത്ത, ഒരു കാരണവും ഇല്ലാത്ത ഒരുപാട് ദുരന്തങ്ങൾ, എന്താണ് കാരണമെന്ന് പോലും അറിയാത്ത തരത്തിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ടി വന്നിട്ടില്ലേ? ഞാൻ ആഗ്രഹിച്ച ജീവിതമേ അല്ലല്ലോ എനിക്ക് കിട്ടിയത് എന്ന് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തോന്നിയിട്ടില്ലേ? ജീവിതത്തിൽ ഒരു ബറക്കത്തില്ലായ്മ പലപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ലേ? ഒരുപാട് പൈസ കിട്ടുന്നുണ്ട്, പക്ഷേ ഒന്നിനും തികയുന്നില്ലല്ലോ എന്ന അവസ്ഥ വന്നിട്ടില്ലേ? കുടുംബജീവിതത്തിൻ്റെ മധുരം നുണയാൻ, ഒന്നിച്ച് നിൽക്കാനുള്ള അവസരം പലപ്പോഴായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ലേ? മനസ്സമാധാനം എന്ന് പറഞ്ഞ സംഗതി പലപ്പോഴായി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അന്യം നിന്നിട്ടില്ലേ? നിങ്ങളുടെ കല്യാണ ദിവസത്തെ നിങ്ങളുടെ സുബ്ഹ്, നിങ്ങളുടെ കല്യാണ ദിവസത്തെ നിങ്ങളുടെ അസുർ, നിങ്ങളുടെ കല്യാണ ദിവസത്തെ ളുഹർ നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്നൊരു മഹാ നിഅമത്താണ് ഈ കല്യാണം എന്ന് പറഞ്ഞത്, വിവാഹം എന്നത്. ആ നിഅമത്ത് അള്ളാഹു തരുന്ന ആ സമയത്ത് അള്ളാഹുവിന് ഏറ്റവും അധികം റെസ്പെക്റ്റ് ചെയ്യേണ്ട, നന്ദി ചെയ്യേണ്ട, റബ്ബിലേക്ക് അടുക്കേണ്ട സമയത്ത് എല്ലാ ഹറാമുകളും നമ്മുടെ വീടുകളിൽ നടന്നിട്ടുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടെ എൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരോടും പെൺകുട്ടികളോടും പറയാണ്, തീർച്ചയായും അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. കല്യാണ ദിവസം പ്രത്യേകിച്ച് ഇത്തഖില്ല, അള്ളാഹുവിനെ ഭയപ്പെടുക. നിങ്ങൾ പെൺകുട്ടികൾ ഒരുമിച്ച് കൂടി ഒപ്പന കളിച്ചോ തെറ്റില്ല. നിങ്ങൾ പെൺകുട്ടികൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് ഒന്ന് മനോഹരമായി പാട്ടുപാടിക്കോ തെറ്റില്ല. പക്ഷെ ആണും പെണ്ണും കൂടിക്കലർന്ന്, ആണും പെണ്ണും കൂടിക്കലർന്നുള്ള പേക്കൂത്തുകൾ, അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത ഒരു ബെഡ്റൂമിൽ മാത്രം ഒരാണും പെണ്ണും കാണിക്കേണ്ടത് പരസ്യമായ ചുംബനങ്ങൾ, ഹറാമുകൾ, ഒരു ബെഡ്റൂമിൽ ഒരാണും പെണ്ണും കാണിക്കേണ്ട റൊമാൻറ്റിക് സീനുകൾ, ഇങ്ങനെ ആണും പെണ്ണും കാണുന്ന ആളുകളുടെ മുന്നിൽ വെച്ച് ഒരു നാണവും ഇല്ലാതെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അള്ളാഹു നിങ്ങൾക്കുള്ള ബറക്കത്ത് നഷ്ടപ്പെടുത്തി കളയും. ഞാൻ ഈ വിഷയം പറയുമ്പോൾ ഇതേ സബ്ജക്റ്റ് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. 100 കണക്കിന് പേരാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. ഉസ്താദ് പറഞ്ഞത് സത്യമാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് അനുഭവിക്കുകയാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു തന്നതാണ്. നേരത്തെ തന്നെ ഞാൻ പറയാണ്, പേക്കൂത്തുകൾ, വൃത്തികേടുകൾ, മറ്റൊരാൾ കാണുമ്പോൾ അയ്യേ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ, അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കല്യാണ മണ്ഡപങ്ങളിൽ നിന്ന് നിങ്ങൾ മാറ്റി നിർത്തണം.